മലയാളത്തിലെ ആധുനികാനന്തര എഴുത്തുകാർക്കിടയിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച സവിശേഷമായ ഒരു ഇടം നേടിയെടുത്ത എഴുത്തുകാരനും പത്രപ്രവർത്തകനുമാണ് ബി മുരളി. ബി മുരളിയുടെ ജഡങ്ങളിൽ നല്ലവൻ എന്ന കഥയാണ് ഇവിടെ വായിക്കുന്നത്. ആധുനികാനന്തര സാഹിത്യ രചനകളിൽ, പ്രത്യേകിച്ചും കഥകളിൽ, അതുവരെയും അരികുവൽക്കരിച്ച അല്ലെങ്കിൽ അടയാളപ്പെടുത്താതെ പോയ അല്ലെങ്കിൽ തിരസ്കരിക്കപ്പെട്ട ധാരാളം ചെറുതുകൾ ആവിഷ്കരിക്കപ്പെടുന്നുണ്ട്. ഈ ചെറുതുകൾ നമ്മൾ കരുതിയിരുന്നത് പോലെ അത്ര ചെറുതുകളല്ല എന്നും ഒരു വലിയ വലുപ്പം, അങ്ങനെ തന്നെ പറയാം, വലിയ വലുപ്പം അതിൻ്റെ അകത്ത് ഉണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുന്ന തരത്തിലാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള തിരസ്കൃതമായിട്ടുള്ള മേഖലകൾ ആധുനികാനന്തര സാഹിത്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ അവതരിപ്പിക്കുന്നത്. ഇവിടെ ജഡങ്ങളിൽ നല്ലവൻ എന്ന് പറയുന്ന കഥയുടെ പ്രമേയം ഇതുപോലെ തന്നെ വളരെ ചെറിയ ഒരു പ്രമേയമാണ്. എന്നാൽ ബി മുരളി ആ ഒരു പ്രമേയം അവതരിപ്പിച്ചു വരുമ്പോൾ, ആ കഥ വായിച്ച് അവസാനിക്കുമ്പോൾ നമ്മുടെ മനസ്സുകളിൽ ആ ഒരു ചെറിയ പ്രമേയത്തിന് വലിപ്പം വയ്ക്കുന്നത് നമ്മൾ കാണും. അതിലെ ഒരു ഏറ്റവും കുറഞ്ഞ ഒരു ഇല്ലായ്മയാണ് ആ കഥയ്ക്ക് അടിസ്ഥാനം. പക്ഷേ കഥ അവസാനിക്കുമ്പോഴത്തേക്കും ആ ഇല്ലായ്മ എന്ന് പറയുന്നത് എത്ര കണ്ട് വലുതാണെന്നും എത്ര കണ്ട് ഒരു ജീവിതത്തെ മുഴുവനും ബാധിക്കുന്നതാണ് എന്നും മനുഷ്യ മനസ്സുകളെ അനുഭവിപ്പിക്കാനായിട്ട് ബി മുരളിക്ക് കഴിയുന്നുണ്ട്. കഥ വായിച്ചതിന് ശേഷം കൂടുതൽ വിശകലനമാവാം. കഥയിലേക്ക്. ജഡങ്ങളിൽ നല്ലവൻ. കടലിലേക്ക് തിരിച്ചു പോകാൻ എന്ന മട്ടിൽ ചത്ത ഒരു മത്തി കരയ്ക്ക് കിടക്കുന്നു. സേവി അതിനെ തട്ടിമാറ്റി. മത്തിയുടെ കുടൽ പൊട്ടി പുറത്തു വന്നു. കലി പിടിച്ച് സേവി കാൽ മണലിൽ ഉരച്ചു. നേരം വെളുത്തിട്ടില്ലാത്തതുകൊണ്ട് കടൽ നിറം വെച്ചു വന്നിട്ടില്ല, അലർച്ച മാത്രം. സേവി തീരത്തുകൂടി ചുമ്മാതെ നടന്നു. ഇടയ്ക്ക് തിരിഞ്ഞു നിന്ന് താൻ ഇറങ്ങി വന്ന കുടിലിനെ നോക്കി. ഇത്രയും കാലം ജീവിച്ച വീടിനോട് സേവിക്ക് ഒരു പരിചയവും തോന്നിയില്ല. അപ്പൻ നേരത്തെ പോയിട്ടുണ്ടാകും. അയാൾക്ക് കടലിൻ്റെ ഒച്ച കേട്ടാൽ തന്നെ ഉണരണം. ഇറങ്ങി വരുമ്പോൾ സേവി അപ്പനെ നോക്കിയിരുന്നില്ല. പോയിട്ടുണ്ടാകും. അപ്പൻ സേവിയോട് ഇപ്പോൾ മിണ്ടാറില്ല. മിണ്ടിയാൽ തന്നെ തെറിയേ പറയൂ. ഈ തന്തയില്ലാത്തവൻ കൈവിട്ടു പോയതാ, തീറ്റ ഞാൻ കൊടുക്കണം. വല പിടിക്കുന്ന പാർട്ടികളോട് അയാൾ അരലഹരിയിൽ പറയും. ലോപ്പസ് സഹതാപത്തോടെ സേവിയെ നോക്കും. അപ്പോഴേക്കും അപ്പനൊരു തെറിപ്പാട്ടും തുടങ്ങും. അയാൾ വയസ്സായ കറുകറുത്ത പേശികൾ ഉരുട്ടി അടുത്ത ദിവസത്തെ പണിക്കുള്ള ഊർജം ഒറ്റപ്പിടിക്ക് അകത്താക്കും. കൂട്ടുപണിക്കാർ കൂടുതൽ എന്തെങ്കിലും പറയും മുമ്പ് സേവി കുടിലിലേക്ക് വലിയും. പഠിക്കാൻ പോയിടത്ത് തോറ്റുപോയതായിരുന്നു സേവിയുടെ ആദ്യത്തെയും ഏറ്റവും വലുതുമായ തിരുമുറിവ്. അപ്പൻ്റെ അടുത്ത് വഴക്കം വെച്ച് ഒരു സാഹചര്യം ഒപ്പിച്ചു പോയി നോക്കിയതാണ്. കടപ്പുറത്ത് നിന്ന് പോയി എങ്ങനെ മറ്റവന്മാരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കും? ഇത്രയുമൊക്കെ പഠിക്കാനുണ്ടെന്നും അത് നമ്മൾ പിടിച്ചാൽ കിട്ടുന്നതല്ലെന്നും അറിഞ്ഞിരുന്നെങ്കിൽ ആ വഴിക്ക് പോകത്തില്ലായിരുന്നു. സേവി നടക്കുന്ന വഴിക്ക് ഒരു വള്ളം കിടക്കുന്നു. ഉപേക്ഷിക്കപ്പെട്ടതാണ്. ഒരു അപരിചിത വസ്തുവിനെ പോലെ അത് സേവിക്ക് മുന്നിൽ നീണ്ടു നിവർന്നു കിടക്കുന്നു. തോറ്റ കാര്യം താൻ അറിയും മുമ്പേ തന്നെ അപ്പൻ അറിഞ്ഞായിരുന്നു. അങ്ങേർക്ക് അതിൻ്റെ സംവിധാനങ്ങളുണ്ടായിരുന്നു. താനങ്ങ് തോറ്റുപോകണമെന്നായിരുന്നു അയാളുടെ ആവശ്യമെന്ന് പുള്ളിയുടെ സന്തോഷവും മറ്റ് ഏർപ്പാടുകളും കണ്ടപ്പോൾ സേവിക്ക് തോന്നിയിരുന്നു. സേവി ഉപേക്ഷിക്കപ്പെട്ട വള്ളത്തിൻ്റെ അസ്ഥികൂടത്തിൽ ഒരു ചവിട്ട് താങ്ങി. കാൽ വേദനിച്ചു. എന്നിട്ട് തിരിച്ചു നടക്കാൻ തുടങ്ങി. കാലിൻ്റെ ചുവട്ടിലുരുമി ഒരു ശംഖ് മണലിൽ നിന്ന് ഉയർന്നു വന്നു. ചത്ത മീനുകളുടെ മാംസം പിടിക്കാൻ വന്നതാണ്. സേവിയുടെ കാലിൽ തൊട്ടതും അത് തിരിച്ച് മണലിനടിയിലേക്ക് പോയി. നേരിയ പ്രകാശം വരുന്നുണ്ട്. വെളിച്ചം വരുന്തോറും സേവി അസ്വസ്ഥനാകാൻ തുടങ്ങി. രാത്രി മുഴുവൻ സ്വസ്ഥമായി കിടന്ന തിരകളും ക്രുദ്ധരാകാൻ തുടങ്ങുന്നു. മണിമുത്തുകൾ പോലെയുള്ള തിരത്തുമ്പുകൾ മുത്തിറക്കം കഴിഞ്ഞ് മടങ്ങുന്നു. ഇനി ഘോരമായി അവ അലറിത്തുടങ്ങും. തിരകൾ അരിഞ്ഞരിഞ്ഞു കൊണ്ടിടുന്ന കറുത്ത മണൽ സേവിയുടെ കാലിൽ പറ്റി. അയാൾ നഖം കൊണ്ട് ആഴത്തിൽ ഒരു കുഴിവെട്ടി.
രണ്ടാമത്തെ തിരുമുറിവ് മാർത്തയായിരുന്നു. ഭയങ്കരമായ ഒരു തെറി സേവി കടലിലേക്ക് നോക്കി പറഞ്ഞു. അത്രയും പക അവളോട് ഒരു കാലത്തും വരുമെന്ന് സേവിക്ക് തോന്നിയിരുന്നില്ല. അത്രയ്ക്കും സ്നേഹമായിരുന്നു ആ പെണ്ണിനോട് സേവിക്ക്. പിശാച് പക്ഷേ ഇങ്ങനെ തന്നെ തട്ടിക്കളഞ്ഞിട്ട് പോകുമെന്ന് സേവി കരുതിയില്ല. പക്ഷേ അതിപ്പോൾ ഒരു മുറിവല്ല, ഒരു ഓർമ്മ പോലുമോ അല്ല. കുറച്ചു കഷ്ടപ്പെട്ടിട്ടാണ് അതിൻ്റെ തിരകളിൽ നിന്നും സേവി നീന്തി കയറിയത്. എന്നാലും കുറച്ചുകൂടി നടന്നാൽ കാണുന്ന അവളുടെ പുര കാണുമ്പോൾ അയാൾക്ക് കലി വരും. അതുകൊണ്ട് സേവി മുന്നോട്ട് തന്നെ നടന്നു. സേവി മിണ്ടാതെ നിന്നു. അന്നേരം അവൾ ചിരിച്ചു. പല്ലുകൾ തിളങ്ങി. അതിനൊരു വടിവുണ്ടായിരുന്നില്ല. വലതുവശത്ത് 2 ചാഞ്ഞ് മറ്റു പല്ലുകൾക്ക് മേൽ എത്തി നോക്കിയ പോലെ. പക്ഷെ അതവളുടെ ചന്തമായിരുന്നു. ഒരു തവണ മാത്രം ഉമ്മ വെച്ചപ്പോൾ അതിൽ സേവിയുടെ നാവ് പരതി. സേവി തോറ്റു നടക്കുകയായിരുന്നു. അപ്പോഴാണ് മാർത്തയ്ക്ക് വേറെ കോളൊത്തത്. നല്ല വള്ളം, നല്ല വല. പോകട്ടെ പോകട്ടെ. സേവി കരിമണൽ തൂത്തെറിഞ്ഞു. കീറിയ ലുങ്കിയിൽ അതിൻ്റെ തരികൾ കയറി കൂടുതൽ അഴുക്കാക്കി. സേവി ഉപ്പുവെള്ളവും മണൽത്തരികളും ലുങ്കിയിൽ നിന്ന് പിഴിഞ്ഞു കളയാൻ നോക്കി. ഉപ്പിൻ്റെ നാറ്റം വരുന്നു. വേറെയൊരു വസ്ത്രം വീട്ടിലില്ല. നോക്കിയപ്പോൾ മണൽപ്പുറത്ത് 2-3 പാൽശംഖുകൾ കിടക്കുന്നു. സേവിക്ക് എന്തിനോടോ ചെറിയ സ്നേഹം തോന്നി. തിരകളോടല്ല, പുലർച്ചയ്ക്കുള്ള കടൽക്കാറ്റിനോടുമല്ല. പാൽശംഖിനെ നോക്കിയപ്പോഴായിരിക്കും. അതിങ്ങനെ മെഴുമെഴാന്ന് കിടക്കുന്നു. അതിനെ പുഴുങ്ങിപ്പിളർന്ന് പിന്നുകൊണ്ട് കുത്തിയെടുത്ത് കഴിക്കുന്നത് സേവി ഓർത്തു. എന്നിട്ടും ഒരു സമാധാനം വന്നില്ല. ഓർമ്മയ്ക്കൊന്നും ഒരു വെളിച്ചമില്ല. ഈ കടല് പോലെ ഇരുണ്ട് മുരണ്ട് സുഖമില്ലാത്ത ഈർപ്പം പരത്തി നിൽക്കുകയാണവ. സേവി കടപ്പുറത്തെ കൽക്കെട്ടുകൾക്കടുത്തേക്ക് നടന്നു. എന്നിട്ട് ഇരുട്ടുവാക്കിന് ഒരു പാറക്കഷ്ണത്തിനു മേലിരുന്നു. പുലർച്ചയെ വരവേൽക്കാനായി 1-2 പെണ്ണുങ്ങൾ പ്ലാസ്റ്റിക് കുപ്പിയിൽ വെള്ളവുമായി മറവ് തേടി അകലേക്കൂടെ പോകുന്നുണ്ട്. പണ്ട് ഇവരുടെ എണ്ണം കൂടുതലായിരുന്നു. ഇപ്പോൾ കുറച്ചേയുള്ളൂ. ആണുങ്ങളുടെ കടപ്പുറം ഇതിനായി വേറെയുണ്ട്. പോകുമ്പോൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാറില്ല. സേവി പെണ്ണുങ്ങളെ ശ്രദ്ധിക്കാതെ കടലിനെ നോക്കി തിരിഞ്ഞിരുന്നു. കാണാവുന്ന ദൂരത്തിൽ കടലോരത്ത് 1-2 ഇരുണ്ട രൂപങ്ങൾ വന്നു തുടങ്ങി. വള്ളം ഉള്ളിൽ നിന്ന് വരുന്നതിൻ്റെ സൂചനയാണ്. ഇനി കൂടുതൽ പൊട്ടുകൾ തെളിഞ്ഞു വരും. പാറക്കെട്ടിന് താഴെ കൂടി ഒരു വിഷഞണ്ട് ഇഴയുന്നു. അത് പിടിച്ചു കയറി സേവിയുടെ കാലിന് ചൂടുപിടിക്കാൻ നോക്കി. അവനെ സേവി തള്ളവിരൽ കൊണ്ട് തട്ടി ദൂരേക്കെറിഞ്ഞു. ഞണ്ടുപോയ വഴിക്ക് ചത്ത ഒരു ജലജീവി അഴുകിയില്ലാതായിക്കൊണ്ടിരിക്കുന്നു. കടലിൻ്റെ അറ്റത്ത് ചുവപ്പിൻ്റെ മിന്നൽ വന്നു തുടങ്ങുന്നു. മനുഷ്യ ശബ്ദമില്ലാത്ത തീരത്ത് പല്ലിറുമുന്നത് തിരകൾ മാത്രം. സേവി എഴുന്നേറ്റ് പോകാമെന്ന് കരുതി. ഇനി അങ്ങോട്ട് ശബ്ദങ്ങളുടെ കൂടിക്കുഴച്ചിലായിരിക്കും. ഓരോ കുടിലിൽ നിന്നും ആളുകൾ ഇറങ്ങി വരും. വള്ളങ്ങൾ അടുക്കുന്നതിൻ്റെ ഘോഷം തുടങ്ങും. വലക്കാരും പിടുത്തക്കാരും അലർച്ച തുടങ്ങും. പെണ്ണുങ്ങൾ വാതോരാതെ പ്രാക്കും ശകാരവും തുടങ്ങും. വള്ളത്തിൽ വരുന്ന കെട്ടിയോന്മാർക്ക് വലിയ കലത്തിൽ കാപ്പിയും തീറ്റയും കൊണ്ടുവന്ന് ചിലക്കൽ തുടങ്ങും. സേവിയെ കാണുന്നവർ മുറുമുറുത്തുകൊണ്ട് ഉപദേശിക്കും. സേവി വീണ്ടും പാറക്കെട്ടിൽ നിന്നിറങ്ങി നടക്കാൻ ആലോചിച്ചു. വെളിച്ചം മൂക്കുന്നതിനു മുമ്പ് കടലും അതിൻ്റെ ഇരമ്പവും വിട്ട് പുറത്തേക്ക് പോകുന്നതിനെപ്പറ്റിയും സേവി ചിന്തിച്ചു. അവൻ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് എന്തെങ്കിലും ശരിയാക്കാമെന്നാണ് ഒപ്പം പഠിക്കാൻ കൂടിയ ചങ്ങാതി പറഞ്ഞിട്ടുള്ളത്. അവൻ പല പല ഏർപ്പാടുകൾ കൊണ്ട് അല്പം മെച്ചപ്പെട്ടിട്ടുണ്ട്. തട്ടിപ്പുകൾ പലതാണ്. എന്നാലും സേവിയെ സഹായിക്കാൻ അവൻ മനസ്സ് കാണിക്കുന്നുണ്ട്. സേവി അല്പം ആശ്വാസത്തോടെ അവൻ്റെ കാര്യം ചിന്തിച്ചു. പക്ഷെ അപ്പോൾ തന്നെ താൻ ഉടുത്തിരിക്കുന്ന നനഞ്ഞ ലുങ്കിയിലേക്കും നോക്കി. വേറൊരു വസ്ത്രമില്ല ഉടുത്തുകൊണ്ടു പോകാൻ. സേവി മണലിലേക്ക് കാറി തുപ്പി. വീശി തുടങ്ങിയ കാറ്റിൽ തുപ്പൽ വളഞ്ഞ് വേറൊരു ദിശയിലേക്ക് പറന്നു. അപ്പോഴേക്കും നേരത്തെ എതിർവശത്തേക്ക് പോയ പെണ്ണുങ്ങൾ തിരികെ വരുന്നത് കണ്ടു. അതുകൊണ്ട് സേവി എഴുന്നേറ്റില്ല. ഉറക്കെ അലച്ചുകൊണ്ട് പെണ്ണുങ്ങൾ കടലിലേക്ക് നടക്കുകയാണ്. ഇവർ ചിലപ്പോൾ കടലിൽ ഇറങ്ങി കുത്തിയിരിക്കും. സേവി തിരിഞ്ഞിരുന്നു. പിന്നെ എന്തിനെപ്പറ്റി ആലോചിക്കണമെന്ന് ആലോചിച്ചു. ഇത്തിരി കഴിഞ്ഞ് കാറ്റിൽ വരുന്ന സംസാരം ശ്രദ്ധിച്ച് സേവി തിരിഞ്ഞു. പെണ്ണുങ്ങൾ അവിടെ നിന്ന് പോയിട്ടില്ല. 2 എണ്ണവും ഉറക്കെ പ്രാകുകയാണ്. കാറ്റൊതുങ്ങുമ്പോൾ സംസാരം കേൾക്കാം. നേരം വെളുത്തപ്പോൾ തന്നെ എറണക്കേടാന്നല്ലോ. ശവം തന്നെ കാഴ്ച. ഇവനൊക്കെ എവിടെ വന്നടിയുന്നത് എന്തോന്നിനാ? എവിടെയെങ്കിലും തൂങ്ങിച്ചാവാനുള്ളതിന്. എവിടെ ചത്താലും അതിനെയൊക്കെ ഇവിടെ കൊണ്ടിടും. കണി കാണേണ്ടത് നമ്മളും. ഇനി മറ്റവന്മാർ ഇവിടെ കയറി നിരങ്ങും. പോലീസേ, എനിക്കാ ഇനത്തെ കാണുമ്പോഴേ മനം മറിപ്പ.
പോലീസ് മറ്റേ കേസിന് ഇവളുടെ വീട്ടിൽ കയറിയ കാര്യം പെട്ടെന്ന് ഓർത്തതിൽ മറ്റവൾക്ക് ചെറിയ സന്തോഷം വന്നു. എങ്കിലും പറഞ്ഞു, ശരിയാന്നേ, എന്നാൽ എനിക്കതല്ല ആദി. കഴിഞ്ഞ ജഡം കണ്ടേൻ്റെന്നാ പള്ളിയിലെ മണി ഒടിഞ്ഞു താഴെ വീണത്. അന്ന് വൈകുന്നതിന് മുമ്പ് 2 എണ്ണം തുറയെന്നങ്ങ് പോയി. ഓർമ്മയുണ്ടല്ലോ? ഓ, തെരേസയുടെ തള്ള ചത്തത് സാരമില്ല, കുറേ നരകിച്ചതല്ലയോ. ആ കൊച്ചൻ വണ്ടിക്ക് പെട്ടത് ഓർക്കാൻ വയ്യ. എന്നാലും ഇതിനൊക്കെ എന്തോന്ന് കാര്യം? ഈ നല്ല പ്രായത്തിൽ പോയി ചാകേണ്ട കാര്യമെന്തുവാ? എടി, സ്വന്തമായിട്ട് ചത്തതോ അതോ കൊന്നതോ ആർക്കറിയാം? ഓ, അതിൻ്റെ മുഖം കണ്ടാൽ അറിയാൻ മേലെ. ചാടിയതാ, കടലിലേക്ക് അങ്ങ് ഇറങ്ങിപ്പോയതാ. പെണ്ണാ പ്രശ്നം. നീ അങ്ങനെ ഒരു ശവത്തിൻ്റെ പുറത്തോരോന്ന് കൽപ്പിച്ചുണ്ടാക്കാതെ നിനക്കെന്തോന്നറിയാം? പിന്നെ ഏത് പെണ്ണാ ഇത്രയും നല്ലൊരു കുഞ്ഞിനെ വെറുതെ ചാവാൻ വിടുന്നത്? കണ്ടോ, മീൻ പോലും കടിച്ചിട്ടില്ല. തൊടാൻ തോന്നുമോ ഇതിനെ? അതൊക്കെ അങ്ങനെ തന്നെ. എന്നാലും ഏതെങ്കിലും പെണ്ണിനെ ചതിച്ചിട്ടുണ്ടാകും. പെണ്ണ് വിലങ്ങിയാലേ പിന്നെ അവൻ്റെയൊക്കെ ഗതി ഇത് തന്നെ. നീ ചുമ്മാതെ കുറ്റാന്വേഷണം നടത്തിക്കൊണ്ടിരിക്കാതെ ഇതിൻ്റെ കാര്യം ആണുങ്ങളെ അറിയിക്കണ്ടേ? ഓ, എന്നിട്ട് വേണം ആദ്യം കണ്ടത് നമ്മളാന്ന് വന്ന് പോലീസുകാരോട് വർത്താനം പറയാൻ. ഞാൻ പറഞ്ഞേ, എനിക്ക് പറ്റത്തില്ല. എനിക്ക് ആ ഇനത്തെ കണ്ടുകൂടാ. ഇത്തിരി നേരം പെണ്ണുങ്ങളൊന്നും പറഞ്ഞില്ല. പക്ഷെ അവിടെ തന്നെ ചുറ്റിത്തിരിഞ്ഞു നിന്നു. പിന്നെ ഒരാൾ പറഞ്ഞു, ഇത് ലക്ഷണക്കേടാ. എത്രയും വള്ളങ്ങൾ ഉടനെ വരാനുള്ളതാ. വല്ലതും കിട്ടുമായിരിക്കോ എന്തോ. കാലിയായിട്ടാ വരുന്നതെങ്കിൽ എനിക്ക് ആലോചിക്കാൻ മേല. എടി, എനിക്ക് വല്ലാതെ ആദിയാകുന്നു. ഇനി എന്തെങ്കിലും കുഴപ്പം വല്ലതും വരുമോ? നടുക്കടലിലാ അവർ പോയിരിക്കുന്നത്. തമ്പുരാനെ, പിഴപറ്റാതെ വന്നേക്കണേ. നീ നാക്കെടുത്താൽ ഈ എരണക്കിടെ പറയൂ. വാ, ആരോടും ഇതൊന്നും പറയാൻ നിൽക്കണ്ട. കാണുന്നവർ കണ്ടോട്ടെ. കാപ്പിയിടാം, അവരിപ്പം വരും. കടൽക്കാറ്റ് പിടിച്ചുപൊക്കാൻ നോക്കിയ കൈലിമുണ്ട് തുടകൾക്കിടയിലോട്ട് ചേർത്ത് ഒരാൾ ശവത്തിൻ്റെ അടുത്തേക്ക് കുനിഞ്ഞിരുന്നു. മറ്റവൾ ചുറ്റും നോക്കി. എടി, നീ അതിലൊന്നും നോക്കണ്ട. ദേവദോഷം കാണിക്കല്ലേ. അതിൻ്റെ കയ്യിലൊന്നും കാണത്തില്ല. നീ ഇവിടെ കിടന്ന് ആർത്തി കാണിക്കല്ലേ. ആളുകൾ വരാറായി. പോടി, എനിക്കെന്തോന്ന് വേണം? നല്ല പളവളാന്ന് മിന്നുന്ന ഉടുപ്പ്. കഷ്ടം, നല്ലൊരു കൊച്ചൻ. ഞാനിതിൻ്റെ മുഖം ഒന്നുകൂടി നോക്കിയതാ. മതി നോക്കിയത്. വാ, മെനക്കേടാ. ഇനിയും ഇവിടെ നിന്നാൽ വാ. 2 പെണ്ണുങ്ങളും പോയ വഴി നോക്കി. സേവി പാറക്കെട്ടിൽ ഇരുന്നു. ഇത്തിരി കൂടി വെളിച്ചം തെളിഞ്ഞതിനാൽ ഇപ്പോൾ വെളുത്ത തുണിക്കെട്ട് പോലെ ആ വസ്തു അകലെ കടൽക്കരയിൽ കാണാം. ഇടയ്ക്കിടെ നീട്ടിപ്പിടിച്ചു വരുന്ന ഒരു തിര അതിനെ തൊടുന്നു. സേവിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. കാറ്റിൻ്റെ തണുപ്പ് ഇത്തിരിയൊന്നും മാറിയിട്ടുണ്ട്. സേവി പാറക്കെട്ടിന് താഴേക്ക് ഊർന്നിറങ്ങിയിരുന്നു. അന്നേരം ഒരു തലകൂടി ദൂരെ നിന്ന് വരുന്നത് സേവി കണ്ടു. ലക്ഷണം കണ്ടപ്പോഴേ ആളെ മനസ്സിലായി. കടപ്പുറത്ത് ആദ്യം തെളിയുന്ന തല. ആളൊരു വെകിളിയാണ്. എപ്പോഴും എന്തെങ്കിലും കൂവിയും പറഞ്ഞും കൊണ്ട് നടക്കും. തന്നെത്താനും പറയും. കേൾക്കാൻ നിൽക്കാത്ത മറ്റുള്ളവരോടും പറയും. വല പിടിക്കുന്നവർക്കും വള്ളമടുപ്പിക്കുന്നവർക്കും അടുത്തുപോയി നിൽക്കും. വള്ളമടുപ്പിച്ചിറങ്ങുന്നവർ ആദ്യം തന്നെ ഇയാളുടെ തല കാണുമ്പോൾ പച്ചത്തെറി മുഴക്കും. ഒരു ലക്ഷണപ്പിശകുണ്ടെന്നാണ് മൊത്തത്തിൽ സംസാരം. എന്നാലും ഇയാൾ വല വലിക്കാൻ കൂടും. നല്ല വരവുള്ള ദിവസങ്ങളിൽ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമാണ്. അതിനിടയിലോട്ട് നിന്നാൽ ഒരു പങ്ക് കിട്ടും. കടപ്പുറത്ത് വെളിച്ചം മുറ്റും വരെ ഇയാൾ തലങ്ങും വിലങ്ങും നടക്കും. ചിലപ്പോൾ നല്ല പാട്ടായിരിക്കും. വൈകുന്നേരവും പാറക്കെട്ടിൻ്റെ കൂട്ടത്തിൽ പാട്ടിന് ഡിമാൻഡാണ്. ആ സമയം എല്ലാവർക്കും ഒരു സ്നേഹം വരുന്ന സമയമാണ്. ഇപ്പോൾ അയാൾ ജഡത്തിനടുത്തെത്തിയിരിക്കുന്നു. സേവി ദൂരെ നിന്ന് നോക്കി. അയാളൊന്ന് കറങ്ങി അതിനു ചുറ്റും. തിര ചന്തിയിൽ അടിക്കാത്ത ഇടം നോക്കി ശവത്തിന് സമീപം കുത്തിയിരുന്നു, കാവലിരിക്കുന്നത് പോലെ. ഇതിനിടയ്ക്ക് തിരകൾ വന്ന് ജഡത്തെ ഒന്നുകൂടി നനച്ചിട്ട് പോയി. കാവൽക്കാരൻ പിന്നെ കൈകുത്തി എഴുന്നേറ്റു. എന്നിട്ട് പിന്നെയും ശവത്തിന് ചുറ്റും കറങ്ങി കടലിലേക്ക് നോക്കി ഒന്ന് നീട്ടി വലിച്ചു കൂവി. അപ്പോഴേക്കും കാറ്റു മുറുകിയതിനാൽ ശബ്ദം ചുരുട്ടിക്കറക്കിയെടുത്ത് വേറൊരു ഭാഗത്തേക്ക് എറിയപ്പെട്ടു. ദൂരെയിരുന്ന് സേവിക്ക് അയാൾ ജഡത്തിൻ്റെ മുഖം പരിശോധിക്കുന്നത് കാണാമായിരുന്നു. മലർന്നു കിടക്കുന്ന ആ വസ്തുവിനോട് കുറച്ചു നേരം അയാൾ മിണ്ടിയും പറഞ്ഞുമിരുന്നു. എഴുന്നേറ്റ് പോകാമെന്ന് സേവിക്ക് തോന്നിയെങ്കിലും മറ്റേയാൾ കണ്ടാൽ പിന്നെ വേണ്ടാത്ത വർത്തമാനമാവും. ഇടയിലൊരു ജഡവും. സേവി പാറക്കെട്ടിൽ തന്നെ കുത്തിയിരുന്നു. ജഡത്തിനടുത്ത് അയാൾ പിന്നെയും ചുറ്റിക്കറങ്ങാൻ തുടങ്ങിയിരുന്നു. പിറുപിറുക്കലും ഒച്ചവയ്ക്കലും ഒച്ചത്തിലായി. തലയിൽ കൈവച്ച് ഇടയ്ക്ക് സഹതാപം കാട്ടുന്നുണ്ട്. അയാൾ ജഡത്തിൻ്റെ ഉടുപ്പിലൊഴിഞ്ഞു. മൊത്തമൊന്ന് പരതുന്നത് പോലെ തോന്നി. പിന്നെ ശരീരം മുഴുവനും. അയാൾ എഴുന്നേറ്റു നിന്നു. തുടർന്ന് ജഡത്തെ വെറുതെ എന്ന മട്ടിൽ ഒന്ന് നോക്കി അയാൾ നേരെ നടപ്പ് തുടങ്ങി. ഉടുതുണി കയറ്റിപ്പിടിച്ച് തിരയിൽ ഒന്ന് കാൽ നനച്ച് വീണ്ടും കടലിലേക്ക് നോക്കി ഒന്നുകൂടി കൂവി അയാൾ അങ്ങ് നടന്നുപോയി. കാറ്റ് അല്പം കൂടി പെരുത്തു വന്നു. സേവി അവിടെ തന്നെ ഇരുന്നു.
ഇപ്പോൾ കടപ്പുറത്ത് സേവിയും ജഡവും മാത്രമേയുള്ളൂ. അകലെ നിന്നുകൊണ്ട് തന്നെ അതൊരു വൃത്തിയുള്ള ജഡമാണെന്ന് സേവിക്ക് തോന്നി. അഴുകി അളിഞ്ഞാണ് പലപ്പോഴും ജഡങ്ങൾ പ്രത്യക്ഷപ്പെടുക. കടപ്പുറമാകെ വാടയും. ഇത് പക്ഷേ എന്തോ പരിമളം പ്രസരിപ്പിക്കുന്നത് പോലെ, വെളുത്ത ഒരു തുണിക്കെട്ട് പോലെ അകലെയായി അതിഥി കിടക്കുന്നു. വീണ്ടും എതിർവശത്തു നിന്ന് ശബ്ദങ്ങൾ കേട്ടപ്പോൾ സേവി തിരിഞ്ഞു. രണ്ടുപേർ എന്തോ തപ്പി വരികയാണ്. ജഡത്തെയാകും. ആ പെണ്ണുങ്ങൾ പോയി പറഞ്ഞിട്ടുണ്ടാകും. ദാ അവിടെ കിടക്കുന്നു, ദൂരേക്ക് ചൂണ്ടി ഒരാൾ പറഞ്ഞു. എന്തൊരു ശല്യമായെന്ന് നോക്കിയേ. ഇപ്പോൾ വള്ളങ്ങൾ അടുക്കേണ്ട നേരമാവും. ഈ ജഡം ഇവിടെ കിടന്നാൽ പിന്നെ ഒരു കച്ചവടവും നടക്കത്തില്ല. 10 മണിയോടെയെങ്കിലും പോലീസിങ് എത്തും. പിന്നെ ഓരോരുത്തരെയും വിളിച്ചു ചോദ്യമാവും. ഇവിടെങ്ങാനും കണ്ടിട്ടുണ്ടോ, എവിടെയെങ്കിലും വള്ളം മറിഞ്ഞിട്ടുണ്ടോ? മെനക്കേട്. പോലീസ് വരുന്നത് ജഡം നോക്കിയാണെങ്കിലും ചിലപ്പോൾ പൊക്കുന്നത് വേറെ വല്ലവരെയും ആവും. കഴിഞ്ഞ പ്രാവശ്യം ജഡം തപ്പി വന്ന പോലീസാ മറ്റേ കേസിൽ മുങ്ങി നടന്ന ലോറൻസിനെ പൊക്കിയത്. അവൻ ജഡം കാണാൻ വന്ന് നിന്നതായിരുന്നേ. ജഡം പൊക്കിയെടുത്ത് അവന്മാരുടെ വണ്ടിയിൽ കയറ്റുന്ന പണിയും നമുക്ക്. അളിഞ്ഞ ഒരു ജഡം പൊക്കി വെച്ചതിൻ്റെ മനംമറിപ്പ് ഇപ്പോഴും മറന്നിട്ടില്ല. അവർ ജഡത്തിനരികിലെത്തി ചുറ്റിക്കറങ്ങി നോക്കുകയായിരുന്നു. ഇത്തിരി കഴിഞ്ഞ ഒരാൾ പറഞ്ഞു, എടേ, ഒരു കാര്യം ചെയ്യാം, എടുത്ത് കടലിലോട്ടെറിയാം. പിന്നെയും കയറി വരത്തില്ലയോ? എടേ, അടിക്കാറ്റ് അങ്ങോട്ടാ, കുറച്ചപ്പുറത്തെവിടെയെങ്കിലും അടിയട്ടെ, നശിപ്പ്. കുറച്ചുകൂടി തർക്കിച്ചു നിന്ന ശേഷം 2 പേരും കൂടി ജഡത്തിൻ്റെ കാലിലും തലയിലും പിടിച്ചുപൊക്കി. പൊതിക്കെട്ട് ആകാശത്തേക്ക് ഉയർന്നു വന്നു. പിന്നെ അത് തിരകൾക്ക് മുകളിലൂടെ കറങ്ങി കടലിനുള്ളിൽ പോയി പതിച്ചു. തിരകളിൽ കൈകഴുകി 2 പേരും തിരിഞ്ഞു നോക്കി വന്ന വഴിക്ക് പോയി. സേവി പിന്നെയും അവിടെ കുത്തിയിരുന്നു. കൂട്ടിനു ജഡമില്ല. അയാൾ വീണ്ടും ഇന്നത്തെ യാത്രയെപ്പറ്റി ഓർത്തു. പിന്നെ തൻ്റെ ശരീരത്തിലും അഴുക്ക് പിടിച്ച കൈലുമുണ്ടിലും നോക്കി. അപ്പന് പണ്ടെങ്ങാണ്ടൊരു മുണ്ടുണ്ടായിരുന്നു. അങ്ങേര് കൈലിയെ ഉടുക്കൂ, കഴുകില്ല. കടലിലൊന്ന് മുക്കി പിഴിഞ്ഞങ്ങ് എടുക്കും. അതെങ്ങാൻ പോയി തപ്പി നോക്കാം. സേവിക്ക് വല്ലാത്ത വെറുപ്പ് തോന്നി. പിന്നെ ഏകാന്തതയിൽ വിരസത തോന്നി സേവി എഴുന്നേറ്റു. മെല്ലെ കടലിലിറങ്ങി കാൽ നനച്ചു. അപ്പോൾ ഉയർന്നു പൊങ്ങി തുടങ്ങിയ തിരകളുടെ കൈ പിടിച്ച് വെളുത്ത മേലങ്കി ധരിച്ച ജഡം സേവിയുടെ കാലുകൾക്കരികിലൂടെ വീണ്ടും കരപറ്റി. സേവി ജഡത്തിനരികിലേക്ക് കുനിഞ്ഞ് കുറച്ചുനേരം നിന്നു. പിന്നെ ജഡത്തിൻ്റെ ഉടുപ്പുയർത്തി. അരയിൽ കറുത്ത ബെൽറ്റ് മുറുക്കിയ തൂവെള്ളമുണ്ട്. കടൽ അതിനെ കൂടുതൽ വെളുപ്പിച്ചിരിക്കുന്നു. സേവി ജഡത്തിൻ്റെ വാറഴിച്ച് മുണ്ടു വേർപെടുത്തി. എന്നിട്ട് കടൽ വെള്ളത്തിൽ നനച്ച് വീശിപ്പിടിച്ചു. തിരകൾക്ക് മേലെ അത് വഞ്ചിപ്പായ പോലെ പറന്നു നിന്നു. പിന്നെ തൻ്റെ പിന്നിയെ കൈലിയഴിച്ച് ചുരുട്ടി കരയിലിട്ടു. ജഡത്തിൻ്റെ വസ്ത്രവും ധരിച്ച് സേവി കുടിലിലേക്ക് നടന്നു. ഈ കഥ കടപ്പുറത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസം നിലച്ച, തൊഴിലന്വേഷിക്കുന്ന, ദാരിദ്ര്യം അനുഭവിക്കുന്ന, ഒറ്റപ്പെടലും ഏകാന്തതയും അനുഭവിക്കുന്ന, സ്നേഹനിരാസം അനുഭവിക്കുന്ന ഒരു യുവത്വത്തിൻ്റെ പ്രതീകമായിട്ടുള്ള സേവി എന്ന് പറയുന്ന കഥാപാത്രത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് എഴുതിയ കഥയാണ്. കഥ തുടങ്ങുന്ന സമയത്ത് തന്നെ, അന്തരീക്ഷം വിവരിക്കുമ്പോൾ തന്നെ എന്താണ് സേവി എന്ന് വായനക്കാർക്ക് പിടികിട്ടുന്നുണ്ട്. കടലിനെക്കുറിച്ചും കടൽക്കരയെക്കുറിച്ചും കടലിലെ മത്സ്യബന്ധനത്തെക്കുറിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവരെക്കുറിച്ചുമുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു ധാരണ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വിവരണമൊക്കെ ഈ കഥയിലുണ്ട്. ഈ കഥയുടെ പശ്ചാത്തലം വളരെ കൃത്യമായിട്ട് ബി മുരളി അവതരിപ്പിക്കുന്നുണ്ട്. കടലോര പ്രദേശത്തിൻ്റെയും കടലോര പ്രദേശത്ത് ജീവിക്കുന്ന ആളുകളുടെയും ജീവിത സംസ്കാരം വളരെ കൃത്യമായിട്ട് ഈ കഥ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിനും അപ്പുറത്തേക്ക് ഇതിൻ്റെ പ്രധാന കഥാപാത്രമായിട്ടുള്ള അല്ലെങ്കിൽ ഈ പ്രമേയത്തിൻ്റെ ഒരു അടിത്തറയായിട്ടുള്ള സേവിയുടെ മനസ്സ് വളരെ ആഴത്തിൽ, വളരെ സൂക്ഷ്മതയോടെ, വളരെ കൃത്യതയോടെ അടയാളപ്പെടുത്തി പോകുന്നതും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒരു വശത്ത് പ്രകൃതിയെ, കടലിനെ കൂട്ടുപിടിച്ചുകൊണ്ട് അതിലെ വിവരണങ്ങളിലൂടെ സേവിയുടെ മനസ്സിനെ അടയാളപ്പെടുത്തുന്നു. മറ്റൊന്ന് സേവിയുടെ തന്നെ ചിന്തകളിലൂടെ സേവിയെ അടയാളപ്പെടുത്തുന്നു. സേവി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വളരെ നിസ്സാരമാണ് എന്ന് പൊതുസമൂഹത്തിന് തോന്നിയേക്കാം.
എന്നാൽ കഥ അവസാനിക്കുമ്പോഴേക്കുമാണ് സേവി ആ പ്രശ്നത്തെ പരിഹരിക്കാനെടുക്കുന്ന ആ ഒരു ഇടപെടലിൽ നിന്നാണ് എത്രയേറെ തീവ്രമായിട്ടുള്ള ഒരു ജീവിതമാണ്, അല്ലെങ്കിൽ എത്രയേറെ യാതനകൾ നിറഞ്ഞൊരു ജീവിതമാണ് അദ്ദേഹത്തെ കൊണ്ട് അങ്ങനെ ഒരു തീരുമാനമെടുക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്. കഥയുടെ ഒരു പേര് തന്നെ അതിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട്, ജഡങ്ങളിൽ നല്ലവൻ. ഈ കഥയിൽ 2 ജഡങ്ങളാണുള്ളത്. ഒന്ന് സേവിയും ഒന്ന് കഥയിൽ പ്രത്യക്ഷപ്പെടുന്ന ജഡവും. ഒരാൾ മരിച്ച ജഡമാണ്, ഒരാൾ ജീവിച്ചിരിക്കുന്ന ജഡവും. മരിച്ച ജഡത്തിനെ വിശദീകരിക്കുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് ആ ഒരു യുവാവിന് മരിക്കേണ്ടി വന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരുപാട് ചിത്രങ്ങൾ ഈ കഥ അവതരിപ്പിക്കുന്നുണ്ട്, അല്ലേ? അവിടെ കാണാൻ വരുന്ന സ്ത്രീകളുടെ സംസാരത്തിൽ നിന്ന്, ജഡത്തിൻ്റെ ഒരു വിവരണത്തിൽ നിന്ന്, ആ ജഡത്തെ കാണുന്ന ആ ഒരു വിവരണത്തിൽ നിന്നൊക്കെ എന്താണ് ആ ഒരു ഇത്രയും സൗന്ദര്യമുള്ള, ഇത്രയും സമ്പന്നതയിൽ നിൽക്കുന്ന ഒരു യുവാവിന് ഇങ്ങനെ മരിക്കേണ്ടി വരുമോ എന്നുള്ള ചിന്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ജീവിതത്തിൻ്റെ 2 എക്സ്ട്രീമുകളിൽ നിൽക്കുന്ന യുവത്വങ്ങളുടെ അവസ്ഥയെക്കുറിച്ചാണ്. ഭൗതികമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിരിക്കുന്ന ഒരു യുവാവ് ജഡമായിട്ട് കടപ്പുറത്ത് വന്ന് അടിഞ്ഞു കിടക്കുന്നു. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ആത്മഹത്യ ചെയ്തു. അയാൾ വളരെ സുന്ദരനാണ്, അയാൾക്ക് ഒരുപാട് കാമുകിമാരുണ്ടായിരുന്നിരിക്കും. അയാളുടെ വസ്ത്രം കണ്ടാൽ അറിയാം, പളുപളുത്ത വസ്ത്രങ്ങളാണ്, നല്ല നേർമയുള്ള വസ്ത്രങ്ങളാണ്. അത്രയും നല്ല വസ്ത്രങ്ങൾ ധരിച്ച അയാൾ തീർച്ചയായിട്ടും സമ്പന്നനായിരിക്കും. അപ്പോൾ പ്രണയനിരാസം നേരിടാത്ത, അല്ലെങ്കിൽ പ്രണയിക്കാനായിട്ട് വളരെയധികം സാധ്യതയുള്ള അത്രയും സൗകുമാര്യമുള്ളൊരു യുവാവ്, സമ്പന്നതയിൽ നിൽക്കുന്നൊരു യുവാവ്, അങ്ങനെയുള്ളൊരു യുവാവാണ് ജഡമായിട്ട് അളിഞ്ഞു കിടക്കുന്നത്. ഇതിന് നേരെ വിരുദ്ധമാണ് സേവിയുടെ അവസ്ഥ. സേവിക്ക് ആദ്യം തന്നെ അവൻ്റെ വിദ്യാഭ്യാസം നഷ്ടമാവുന്നു. കരയിലുള്ള ആളുകളോട്, അല്ലെങ്കിൽ പട്ടണത്തിലുള്ള ആളുകളോട് ഏറ്റുമുട്ടാനുള്ള പ്രാപ്തി അവർക്ക് സേവി പറയുന്നുണ്ട്. അങ്ങനെയുള്ളൊരു പ്രാപ്തിയോട് കൂടിയല്ല പോയത്. അതുകൊണ്ട് തന്നെയാണ് സേവിക്ക് പഠനത്തിൽ മുന്നോട്ട് വരാൻ കഴിയാതെ പോകുന്നത്. കാര്യം ജീവിത പശ്ചാത്തലം അങ്ങനെയാണ്, സാഹചര്യങ്ങൾ അങ്ങനെയാണ്, അവസരങ്ങൾ അത്രയേ ഉള്ളൂ, സാധ്യതകൾ അത്രയേ ഉള്ളൂ. അത്രയും പരിമിതമായ സാഹചര്യത്തിൽ നിന്ന് പോകുന്നത് കൊണ്ട് തന്നെ ഒരിക്കലും തന്നെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാനായിട്ട് സേവിക്ക് കഴിയുന്നില്ല. സേവി തോറ്റുപോകുന്നു. അങ്ങനെ വിദ്യാഭ്യാസം പോലും നിലച്ച് ആകെ ഉണ്ടായിരുന്ന ഒരു സ്നേഹത്തിൻ്റെ ഒരു കണിക അദ്ദേഹത്തിന് ലഭിച്ചിരുന്നത് കാമുകിയിൽ നിന്നാണ്, മാർത്ത. അവളും അയാളെ ഉപേക്ഷിച്ചു പോകുന്നു. പിന്നെയുള്ള അപ്പനെന്ന് പറയുന്നത് മുഴുനീളെ ഇയാളെ തെറി പറഞ്ഞ് പ്രാഗിക്കൊണ്ട് ദുരിതമാണ് തൻ്റെ മകൻ എന്ന രീതിയിൽ അവഗണിക്കുന്ന, അങ്ങേയറ്റം വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടുമൊക്കെ സേവിയെ ഇങ്ങനെ പ്രഹരിക്കുന്ന ഒരു മനുഷ്യനാണ് അപ്പനായിട്ട് സേവിക്കുള്ളത്. സേവിയുടെ ആ ഒരു കടപ്പുറത്തുള്ള എല്ലാവരും സേവിയെ ചോദ്യം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്നവനാണ്. പഠനം പൂർത്തിയായിട്ടില്ല, ജോലിക്കിറങ്ങുന്നില്ല, കുലത്തൊഴിലെന്ന പോലെയുള്ള മത്സ്യബന്ധനത്തിന് പോലും സേവി ഇറങ്ങുന്നില്ല. അപ്പോൾ ഇത്രയും പ്രായമായ അപ്പനെ പണിക്ക് വിട്ടിട്ടാണ് സേവി ജീവിക്കുന്നത് എന്നിങ്ങനെ മകൻ എന്നുള്ള നിലയിൽ, ഒരു കടപ്പുറ നിവാസി എന്നുള്ള നിലയിൽ, അവനിങ്ങനെ ഒരു യുവാവെന്നുള്ള നിലയിൽ, തൊഴിൽ രഹിതൻ എന്നുള്ള നിലയിൽ, ദാരിദ്ര്യം പേറുന്നവൻ എന്നുള്ള നിലയിൽ അവൻ അങ്ങേയറ്റം അവഗണിക്കപ്പെടുന്ന, അങ്ങേയറ്റം ദരിദ്രമായ, എന്താ പറയുക, എല്ലാവരാലും നിരസിക്കപ്പെട്ട ഒരു ജീവിതം ജീവിക്കുന്ന ഏകാഗിയായ, തികച്ചും ഏകാഗിയായ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ് സേവി. അപ്പോൾ നേരത്തെ നമ്മൾ ജഡമായിട്ട് വരുന്നവൻ്റെ ഭൗതിക സാഹചര്യങ്ങളുടെ നേർവിപരീതമാണ് സേവിയുടെ ഭൗതിക സാഹചര്യം. പക്ഷേ അവനോ ആ ജഡം അനുഭവിക്കുന്ന ഭൗതികമായിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളെയും ആഗ്രഹിക്കുന്ന ഒരാളാണ് സേവി. പക്ഷേ ജീവിക്കുന്ന ജഡമായിട്ട് ജീവിക്കേണ്ടി വരുന്നു സേവിക്ക്, അല്ലേ? ഒരു മനുഷ്യ ശരീരം മാത്രമാണ്, ജീവനുള്ളൊരു ശരീരം മാത്രമാണ് സേവിക്കുള്ളൂ. പക്ഷെ മനസ്സ് ചത്തുപോയിരിക്കുന്നു. അങ്ങേയറ്റം അവഗണനകൾ കൊണ്ട് ഒരു തൊഴിലിന് പോകാനുള്ള ഒരു സാധ്യത അവസാനമായിട്ട് തുറന്നു കിട്ടുമ്പോൾ അവനതിന് പോകാനുള്ള ഒരു വേഷം തന്നെ കയ്യിലില്ല. അതാണ് സേവി അനുഭവിക്കുന്ന പ്രതിസന്ധി. ഈ പ്രമേയം നമ്മളെ, വായനക്കാരെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മളെ ഒരു വശത്ത് നമ്മളെ ചിന്തിപ്പിക്കുന്നത് ഈ ഒരു ആശങ്ക നിറഞ്ഞ ഈ ഒരു സന്ദർഭമാണ്.
എങ്ങനെയാണ് തൻ്റെ ജീവിതം കരുപ്പിടിപ്പിക്കാനായിട്ട് തനിക്ക് സാധിക്കുക എന്നിങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളും അടഞ്ഞിരുന്ന് ഏകാന്തതയിൽ കടലിനോടൊപ്പം ചേർന്നിരുന്ന് ഇങ്ങനെ ചിന്തിക്കുന്ന സേവിയാണ്. സേവിയുടെ ഈ ചിന്തകളെ എല്ലാം കടലിനോടും അവിടുത്തെ മണൽത്തരിയോടും അവിടെ കാണുന്ന ജീവികളോടൊക്കെ ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു പോകാൻ ബി മുരളിക്ക് വളരെ കൃത്യമായിട്ട് പറഞ്ഞു പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. അതാണ് ഒരു കഥാകൃത്തിൻ്റെ ഏറ്റവും വലിയൊരു ക്രാഫ്റ്റിൻ്റെ ഒരു മിടുക്കെന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ കഥ തുടങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം, കടലിലേക്ക് തിരിച്ചു പോകാൻ എന്ന മട്ടിൽ ചത്ത ഒരു മത്തി കരയ്ക്ക് കിടക്കുന്നു. ഇവിടെ നിന്ന് തന്നെ ഈ ജഡങ്ങളിൽ നല്ലവൻ എന്ന് പറയുന്ന കഥയുടെ പ്രമേയം എവിടേക്കാണ് വായനക്കാരൻ ഈ പോകാൻ പോകുന്നത്, ഏത് പ്രമേയത്തിലേക്കാണ് പോകാൻ പോകുന്നതെന്ന് കൃത്യമായിട്ടുള്ളൊരു സൂചന നൽകുന്ന ഒരു വരിയിൽ നിന്നാണ് കഥ തുടങ്ങുന്നത് തന്നെ. ചത്ത ഒരു മത്തി കടലിലേക്ക് തന്നെ തിരിച്ചു പോകാൻ എന്ന മട്ടിൽ കിടക്കുകയാണ്. തീരത്ത് കടലിലേക്ക് പോകാനാകാതെ തീരത്ത് തന്നെ അസന്നിഗ്ധാവസ്ഥയിൽ കിടക്കുന്ന സേവി തന്നെയാണ് ഈ ചത്തമത്തി എന്ന് പറയാം. അല്ലെങ്കിൽ കഥയിൽ കുറച്ച് കഴിയുമ്പോൾ കടന്നു വരുന്ന കടലിലേക്ക് എറിയപ്പെട്ടിട്ടും അല്ലെങ്കിൽ ചാടപ്പെട്ടിട്ടും വീണ്ടും കരയ്ക്ക് വന്ന് വീണ്ടും കടലിലേക്ക് പോകാനായിട്ട് കിടക്കുന്ന ആ ജഡം തന്നെയാകാം ഈ ചത്തമത്തി. സേവി അതിനെ തട്ടി മാറ്റിക്കൊണ്ടാണ് നടക്കുന്നത്. കലി പിടിച്ച സേവി കാൽ മണലിൽ ഉരയ്ക്കുന്നുണ്ട്. അപ്പോൾ സേവിയുടെ മനസ്സിൽ ഉള്ള എല്ലാ അസ്വസ്ഥതകളും അവൻ്റെ ശാരീരികമായിട്ടുള്ള ചേഷ്ടകളിലൂടെ അല്ലെങ്കിൽ അവൻ കാണുന്ന കാര്യങ്ങളോടുള്ള അവൻ്റെ സമീപനങ്ങളിലൂടെ അവൻ്റെ ചിന്തകളിലൂടെയൊക്കെ ബി മുരളി വളരെ കൃത്യമായിട്ട് ആവിഷ്കരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പാൽശംഖുകളെ കാണുമ്പോൾ തനിക്ക് ഒരു ചെറിയ സ്നേഹം തോന്നുന്നതായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ എന്നിട്ടും ഒരു സമാധാനം വന്നില്ല. കാര്യം അതിനെ ഭക്ഷിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ. അപ്പോൾ ആകെ ജീവിതത്തിൽ ലഭിക്കാവുന്ന സന്തോഷം എന്ന് പറയുന്നത് ആ കടലിൽ നിന്ന് കിട്ടുന്ന ഭക്ഷിക്കാനായിട്ട് കിട്ടുന്ന വിശപ്പ് മാറ്റാൻ കിട്ടുന്ന വിഭവങ്ങൾ മാത്രമാണ് സന്തോഷത്തിനുള്ള ആകെയുള്ളൊരു വക. പക്ഷെ അതിൽ പോലും സമാധാനിക്കാനായിട്ട് സേവിക്ക് സാധിക്കുന്നില്ല. അത്രയേറെ പ്രക്ഷുബ്ധമാണ്. കടലെപ്പോലെ തന്നെയാണ് സേവിയുടെ മനസ്സും. ആ സമയത്ത് ഇരുട്ടാണ്, വെളിച്ചമില്ല, ഒരു സംഗീതാത്മകമായിട്ടുള്ളൊരു കടലിൻ്റെ തിര പോലുമല്ല. ഇങ്ങനെ ഒരു ചലനവുമില്ലാതെ ഇങ്ങനെ പതിഞ്ഞ മട്ടിൽ കിടക്കുന്ന കടൽ തന്നെയാണ് സേവിയുടെ മനസ്സ്. ഒരു പ്രത്യേകിച്ചൊരു ആശയമില്ല, പ്രത്യേകിച്ചൊരു സ്വപ്നമില്ല, പ്രത്യേകിച്ചൊരു പദ്ധതിയില്ല. എന്തിനെക്കുറിച്ചാണ് ആലോചിക്കേണ്ടത് എന്ന് ആലോചിക്കാം എന്നാണ് സേവി കരുതുന്നത്. അത്രയേറെ കടുത്ത ഒരു നിരാശയും ഏകാന്തതയും വിഷാദവും ഒക്കെ മുറ്റി നിൽക്കുന്ന ഒരു യുവത്വത്തിൻ്റെ മനസ്സാണ് സേവിയുടെ മനസ്സ്. ഇവിടെ സേവിക്കൊപ്പം തന്നെ ഈ കഥയിൽ കടന്നു വരുന്ന ചില കഥാപാത്രങ്ങളുണ്ട്. അവരുടെ വിവരണങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ സംഭാഷണങ്ങളിൽ നിന്നും അവരനുഭവിക്കുന്ന അവരുടെ ജീവിതത്തിൻ്റെ തിക്തമായിട്ടുള്ള ഒരു തലത്തെ ബി മുരളി ആവിഷ്കരിക്കാൻ നോക്കുന്നുണ്ട്. അത് ആ സ്ത്രീകളുടെ പറച്ചിൽ നിന്നും ആ പുരുഷന്മാരുടെ പറച്ചിൽ നിന്നും വ്യക്തമാണ്. സ്ത്രീകൾ പറയുന്നുണ്ട്, പോലീസ് ഇവിടെ കയറി ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് തടസ്സമുണ്ടാക്കും. ആ കൂട്ടത്തിൽ ഒരു സ്ത്രീ പറയുന്നുണ്ട്, അവളുടെ ജീവിത നിവൃത്തിക്ക് വേണ്ടി ചെയ്യുന്ന തൊഴിലിൽ പോലും പോലീസ് അല്ലെങ്കിൽ ഭരണകൂടം ഇടപെടുന്നതിനെക്കുറിച്ചൊക്കെ അവൾ പറയുന്നുണ്ട്. അപ്പം അത്തരത്തിൽ പണമില്ലാത്ത ദരിദ്രരായ തങ്ങൾക്ക് ഏർപ്പെടാവുന്ന ഏറ്റവും എന്താ പറയുക, ഏറ്റവും മോശമെന്ന് പൊതുസമൂഹം വിധിക്കുന്ന അത്തരം തൊഴിലുകളൊക്കെ ചെയ്തുകൊണ്ടാണ് ജീവിതം അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ അതിൽ പോലും ഇടപെടുന്നവരാണ് ഭരണകൂടം അല്ലെങ്കിൽ പൊതുസമൂഹം അല്ലെങ്കിൽ പുറമേ നിന്നുള്ളവരൊക്കെ. പുരുഷന്മാർ പറയുന്നുണ്ട്, ഈ ചീഞ്ഞളിഞ്ഞ ജഡത്തെ വഹിക്കാനായിട്ട് നിർബന്ധിക്കുന്നതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ആ മണം ഒരിക്കലും പോകുന്നില്ല. പട്ടണത്തിൽ വളരെ ഭൗതിക സാഹചര്യങ്ങളിൽ സൗകര്യങ്ങളിൽ ജീവിക്കുന്നവർ, തൊഴിലുള്ളവർ, സമ്പന്നരായിട്ടുള്ളവരൊക്കെ ഒരു തരത്തിൽ മാനസികമായിട്ടുള്ള ദാരിദ്ര്യം അനുഭവിക്കുന്നവരായിട്ട് കടന്നു വരികയും അവരൊക്കെ അവരുടെ ഭൗതിക ജീവിതത്തെ അവസാനിപ്പിച്ചുകൊണ്ട് ജഡമായിട്ട് മാറുകയും അവരവരുടെ ദാരിദ്ര്യത്തെ പ്രതി അവരുടെ ശരീരത്തെ വിറ്റ് ജീവിക്കേണ്ടി വരുന്നു. അല്ലെങ്കിൽ അവരുടെ ശരീരത്തെ മറയ്ക്കാൻ വേണ്ട ഒരു വസ്ത്രം പോലും ഇല്ലാതെ കഴിയേണ്ടി വരുന്നു. അത്രയേറെ നാണക്കേടോടെ ജീവിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നുണ്ട്. അതായത് ദാരിദ്ര്യം കൊണ്ട് ഭൗതികമായിട്ടുള്ള എല്ലാ പ്രതിസന്ധികളെയും നേരിട്ടുകൊണ്ട് ജഡമായിട്ട് ജീവിക്കേണ്ടി വരുന്ന ആളുകൾ. അപ്പോൾ അങ്ങനെ രണ്ട് ലോകത്തെ ജഡത്വത്തെക്കുറിച്ച് ബി മുരളി ഈ കഥയിൽ സൂചിപ്പിക്കുന്നതായിട്ട് കാണാം. ജഡത്തിൻ്റെ വസ്ത്രം അഴിച്ചെടുത്ത് സ്വന്തം വസ്ത്രമായിട്ട് ധരിച്ചിട്ട് ജോലിക്ക് പോകേണ്ട ഒരു ഗതികേട്, അത്രയും വലിയ ഗതികേടിൽ നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് സേവി.
തൻ്റെ കൂട്ടുകാരൻ അവൻ ഒരുപാട് കപടതകൾ നിറഞ്ഞ തൊഴിലാണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ പോലും അവനെന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അവൻ്റെ അടുത്ത് പോകാനായിട്ട് വേണ്ട ഒരു വസ്ത്രം പോലും തൻ്റെ കയ്യിലില്ല. അപ്പോൾ അവസാനം ആ ജഡത്തിൻ്റെ വസ്ത്രം അഴിച്ചെടുത്ത് ആ വസ്ത്രം ഇട്ടിട്ട് തൻ്റെ കുടിലേക്ക് മടങ്ങുന്ന സേവിയാണ് നമ്മൾ കാണുന്നത്. ജീവിതത്തിൻ്റെ ഏറ്റവും എന്താ പറയുക, അങ്ങേയറ്റത്തെ ദയനീയമായിട്ടുള്ളൊരവസ്ഥയാണ് ഈ കഥ അവസാനിക്കുമ്പോൾ നമ്മൾ കാണുന്നത്. ആധുനികാനന്തര കഥയിൽ ഈ ഒരു ദാരിദ്ര്യം എന്ന് പറയുന്നൊരു വിഷയം, തൊഴിലില്ലായ്മ എന്ന് പറയുന്നൊരു വിഷയത്തെ ഭൗതികമായിട്ടുള്ളൊരു പ്രശ്നമായിട്ട് മാത്രമല്ല അടയാളപ്പെടുത്തുന്നത്, മറിച്ച് അത് മാനസികമായിട്ട് ഉണ്ടാക്കുന്ന വലിയൊരു ശൂന്യതയെ ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ അടയാളപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും അതിന് അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത് സേവിയുടെ ഈ ഭൗതിക പരിസരമാണ്, സേവിയുടെ ഇല്ലായ്മകളാണ്, ദാരിദ്ര്യമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് എങ്ങനെയാണ് സേവിയെ പോലുള്ള ഒരു കഥാപാത്രം, ഒരു കടപ്പുറത്തിൻ്റെ ഒരു പുതിയ തലമുറയുടെ ഒരു പ്രതിനിധിയായിട്ടുള്ള കഥാപാത്രം അനുഭവിക്കുന്ന